പൂന്തണലിൽ അറിവേകി നമ്മെ നയിച്ചെന്നും മുന്നോട്ടേ അകതാരിൽ മായാത്ത ചിത്രങ്ങൾ അവരേറെ തീർത്തല്ലോ മനതാരിൽ എന്നെന്നും കളിച്ചിരിയുടെ സർഗവസന്തം കഥ പറയും സ്കൂളിൻ സുഗന്ധം കഥയറിയാ കാലം തൊട്ടേ കളിച്ചിരിയുടെ ശീലുകൾ തീർത്തേ അതബോടെ നേരിന്റെ പൂന്തണലിൽ അറിവേകി നമ്മെ നയിച്ചെന്നും മുന്നോട്ടേ മധുരൂറും സുന്ദരയില്ല ആശംസകളെ അസീസ് മാഷെ ഒന്ന് കേൾക്കാതെ ജീവിതത്തിൽ ഒന്ന് കേൾക്കാതെ ഇനിയും ഒരുപാട് ദിവസങ്ങൾ നിങ്ങൾക്ക് ഈ സ്കൂളിൽ സേവിക്കാൻ സാധ്യമായിട്ട് നിങ്ങൾ തന്നെയാണ് സ്കൂളിൽ വളരെയധികം അഭിമാനമുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട MLA-യുടെ ഓരോ വാക്കുകളും ഞാൻ കാതോർത്ത് നിൽക്കുമ്പോൾ എനിക്ക് വളരെ അഭിമാനമായിരുന്നു. കാരണം ഞാൻ കണ്ട എന്റെ പിതാവിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു അതൊക്കെ എന്നുള്ളത്. ഇന്ന് നിഴലിന് പിന്നിലെ സൂര്യൻ എന്ന പുസ്തകം ഞാൻ പ്രകാശനം ചെയ്യുമ്പോൾ ആ പുസ്തകത്തിലുള്ള ഓരോ അക്ഷരങ്ങൾക്ക് പിന്നിലും എനിക്ക് ആ അക്ഷരങ്ങൾ പഠിപ്പിച്ചു തന്നത് എന്റെ ഇവിടുത്തെ അധ്യാപകരായിരുന്നു. നിഴലിന് പിന്നിലെ സൂര്യൻ എന്ന പുസ്തകത്തിന് ഞാൻ പേര് നൽകുമ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് ഇതിനെ നിഴലിന് പിന്നിലെ സൂര്യൻ എന്ന് പേര് കൊടുത്തത് എന്ന്. ഒരു നിഴൽ ഉണ്ടാവണമെങ്കിൽ അവിടെ സൂര്യൻ ആവശ്യമാണ്. കത്തിജ്വലിക്കുന്ന സൂര്യൻ ഉണ്ടായെങ്കിൽ മാത്രമേ അവിടെ നിഴലുണ്ടാവുകയുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ജീവിതത്തിലെ സൂര്യൻ എന്റെ പിതാവായിരുന്നു, അസീസ് മാസ്റ്റർ. എന്റെ ജീവിതത്തിലെ ആദ്യ അധ്യാപകൻ കൂടെയായിരുന്നു എന്റെ ഉപ്പ. ആ കൈകൾ പിടിച്ചാണ് ഞാൻ ഈ മുറ്റത്തോടെ ആദ്യം വന്നത്. ആ സ്നേഹവും കരുതലും ശിഷ്യത്വവും എന്നെ 1000 ജന്മം കൂടി എനിക്കുണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. Thank you so much, dear father. I am proud of you. I am dedicating my book for you. Thank you so much and love you so much. ഒരു നല്ല ക്ലാസ്. അതപോടെ നേരിന്റെ പൂന്തണലിൽ അറിവേകി നമ്മെ നയിച്ചെന്നും അകതാരിൽ മായാത്ത ചിത്രങ്ങൾ നമ്മുടെ എൻമകജെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോമശേഖർ ജയസ് അവർകൾ കുമ്പള ಹಾಗೂ വേദിയിൽ ഭൂമിഷ്ഠരായ നടത്തുന്ന ഈ സമയത്ത് വിട്ടുപോയാലും തിരുമണി അധ്യക്ഷനായ ശ്രീ അബ്ദുൽ അസീസ് മാസ്റ്റർ ಅವರ കേൾക്കാനും 122ാം വാർഷിക ആഘോഷവും
ഈ സ്കൂളിൽ 30 വർഷക്കാലം വിദ്യാർത്ഥികളുടെ ഏറ്റവും മികച്ച അധ്യാപകനായി നിർബന്ധിത സാഹചര്യത്തിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്നു. എന്റെ ഗുരുനാഥൻ കൂടിയായ പ്രിയപ്പെട്ട അസീസ് മാഷിനെ യാത്രയപ്പ് നൽകുന്ന ഒരു ചടങ്ങുമാണ് ഇവിടെ നടക്കുന്നത്. ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ ജെ സോമശേഖർ അവർ അധ്യക്ഷ ഭാഷണം ഇവിടെ നടത്തി. എയും ജനപ്രതിനിധികളും മറ്റ് വ്യത്യസ്ത മേഖലയിലെ പ്രമുഖ സമ്പന്നമായ വ്യക്തിത്വങ്ങളൊക്കെ സമ്മേളിക്കുന്ന ചെറിയ സമയത്ത് നമ്മൾ അവസാനിപ്പിക്കുന്ന ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. മഞ്ചേശ്വരം മണ്ഡലത്തിന്റെ ഇന്നത്തെ ഒരു ദിവസം 10ഓളം സ്കൂളുകളിലെങ്കിലും ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനോട് ഇങ്ങനെ പറയുകയായിരുന്നു, ഈ സ്കൂളിന് തൊട്ട് മുമ്പ് മാർത്തോമ ബദിര വിദ്യാലയത്തിന്റെ സംസാര ശേഷിയില്ലാത്ത കേൾവിയില്ലാത്ത കുട്ടികളുടെ ഒരാഘോഷം എന്റെ മണ്ഡലത്തിലല്ല, കാസർഗോഡ് മണ്ഡലത്തിൽ കോഴിക്കോട് തിരുമേനിയുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇത് കഴിഞ്ഞ് ആരിക്കാട് കടവത്തും പെർവാടും ബാലിയൂറും മജർപ്പള്ളയിലടക്കമുള്ള ഒരുപാട് സ്കൂളുകളുടെ പരിപാടി രാത്രി വരെ ഇന്ന് നടക്കുന്നുണ്ട്. ഈ ഒരു പ്രദേശത്ത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് കാളവണ്ടിയുടെ ഒരു കാലത്ത് 122 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രാമീണ പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഒരു വിദ്യാലയം തുടങ്ങാൻ അന്നത്തെ തലമുറ ചിന്തിച്ചു എന്ന് പറയുമ്പോൾ ഫേസ്ബുക്കിന്റെയും വാട്സപ്പിന്റെയും ഇൻസ്റ്റാഗ്രാമിന്റെയും ഒരു കാലത്ത് ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവരെ പ്രാർത്ഥനയോടുകൂടി കൃതജ്ഞതയോടുകൂടി ഓർക്കേണ്ട ഒരു വാർഷികാവകാശമാണ് കടന്നു പോകുന്നത്. ഏൽക്കാന സ്കൂൾ എന്ന് പറയുമ്പോൾ ഞാനൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ വളർന്നു വരുമ്പോൾ എന്മകജ ഗ്രാമപഞ്ചായത്തിന്റെ അംഗമൊക്കെ ആയിരുന്ന ദീർഘകാലം ഈ സ്ഥാപനത്തിന്റെ സാരഥ്യം വഹിച്ച അസീസ് മാഷയുടെ പ്രിയപ്പെട്ട പിതാവ് ഇബ്രാഹിം മാഷ്, അദ്ദേഹമൊക്കെ തന്റെ ജീവിതം സമർപ്പിച്ച് വികസനത്തിലേക്ക് നന്മയിലേക്ക് നയിച്ച ഒരു വിദ്യാലയമാണ് നമ്മുടെ ഈ വിദ്യാലയം. ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ചില പ്രദേശങ്ങളിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ പിറവി ഉണ്ടായപ്പോൾ സാധാരണ യൂണിഫോം ഇല്ലാതെ ചെറിയ ചെറിയ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളുമായി നല്ല ബെഞ്ചുകളില്ലാത്ത, ഡോറുകളില്ലാത്ത, വിൻഡോക്ക് വാതിലുകളില്ലാത്ത സ്കൂളിലേക്ക് പോയ നമ്മുടെ വിദ്യാലയങ്ങൾ നമുക്ക് നല്ല വിദ്യ നൽകി ഗുരുശിഷ്യ ബന്ധം പകർന്ന് നമ്മളാക്കിയ വിദ്യാലയങ്ങളെ, നമ്മളെ കുട്ടികളെ നമ്മൾ അയക്കാൻ വേണ്ടി മടി കാണിക്കുന്ന ഒരവസ്ഥ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ നമുക്ക് നൽകി. ടൈ കെട്ടി വീടിന്റെ മുറ്റത്തേക്ക് ബസ് വന്നപ്പോ ഇന്നലെ വരെ ഉപ്പ, ഉമ്മ, അച്ഛ, അമ്മ എന്ന് വിളിച്ചിരുന്ന കുട്ടികൾ ഡാഡിയും മമ്മിയും എന്ന് വിളിക്കുമ്പോ നമ്മളൊക്കെ വിചാരിച്ചു പോയി, എന്റെ കുട്ടി ലോകം കീഴടക്കി, ഇംഗ്ലീഷ് അറിഞ്ഞാൽ മാത്രം മതി, ലോകം മുഴുവനും അവന്റെ കൈക്കുമ്പിളിലായി എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ നമ്മൾ ചിന്തിച്ചപ്പോ നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ് ജൂൺ മാസം വീട് വീടാന്തരം കയറി നിങ്ങളുടെ കുട്ടിയെ ഞങ്ങളുടെ സ്കൂളിലേക്ക് അയക്കുമോ എന്ന് യാചന നടക്കേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മുടെ വിദ്യാലയങ്ങൾ പോകേണ്ട ഒരു സാഹചര്യം പോലും നമ്മുടെ മുമ്പിൽ കണ്ടു. ഇന്ന് അങ്ങനെയല്ല. കോവിഡിന് ശേഷം നമ്മുടെ വിദ്യാലയങ്ങളുടെ നിലവിലുള്ള അവസ്ഥ തന്നെ മാറിയിരിക്കുകയാണ്. ഞാൻ എല്ലാ വിദ്യാലയങ്ങളിലേക്കും പോകുമ്പോൾ വളരെ നല്ല രീതിയിൽ വിദ്യാർത്ഥികളുടെ എണ്ണം കൂടുന്നുണ്ട്. മികച്ച ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്നു എന്നുള്ളത് ഇത്തരത്തിലുള്ള സർക്കാർ സ്കൂളുകളിലാണെന്ന് ഇപ്പോഴും നമ്മുടെ സമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ ഒരു സുദീർഘമായ പ്രസംഗത്തിന് മുതിരുന്നില്ല.
ധാരാളം ഉമ്മമാരും അമ്മമാരുമാണ് ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങൾ ഈ വേദിയിൽ അജീഷ് എന്ന് പറയുന്ന ഒരു ചെറിയ കുഞ്ഞിന് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഏയും ഞാനും പഞ്ചായത്ത് പ്രസിഡന്റും നിങ്ങളുടെ വാർഡ് മെമ്പർ അടക്കമുള്ള ആളുകൾ ഞങ്ങളൊരു മൊമെന്റോ നൽകി. സത്യത്തിലും എന്നെ അത്ഭുതപ്പെടുത്തിയത് MLA ആയി 4 വർഷത്തെ കാലയളവിൽ ആയിരക്കണക്കിന് കുട്ടികൾക്ക് ഞാൻ ഉപഹാരം നൽകിയിട്ടുണ്ട്. ഉപഹാരം നൽകുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കും, എന്തിനാണ് ഈ കുട്ടിക്ക് മാഷ് ഈ പ്രൈസ് നൽകുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയും, ആ കുട്ടി നല്ല പാട്ട് പാടിയിട്ടുണ്ട്, ആ കുട്ടി നല്ല നാടകം കളിച്ചിട്ടുണ്ട്, ആ കുട്ടി ഈ പ്രാവശ്യത്തെ പരീക്ഷയിൽ 1ാം സ്ഥാനം നേടിയിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ അറ്റൻഡൻസ് ആ കുട്ടിക്കാണ്. ഇങ്ങനെ പലതും നിങ്ങൾ പറയാറുണ്ട്. പക്ഷെ എന്റെ ജീവിതത്തിൽ, എന്റെ പൊതുജീവിതത്തിൽ ആദ്യത്തെ ഒരു അനുഭവമാണ്. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി 180 ദിവസം തന്റെ ഡയറി മനോഹരമായി എഴുതി എന്നാണ് ഇവിടെ എയും ടീച്ചറും സാക്ഷ്യപ്പെടുത്തിയത്. സത്യത്തിലും ആ കുട്ടിക്ക് ഞങ്ങൾ നൽകിയ മൊമെന്റയും ആ കുട്ടിയെ ചേർത്ത് നിർത്തതും നിങ്ങളുടെ എന്റെ മുമ്പിലിരിക്കുന്ന ചെറിയ കുട്ടികൾക്ക് നമ്മളത് പഠിപ്പിച്ചു കൊടുക്കണം. ഞാൻ കിട്ടുന്ന വേദികളിലൊക്കെ ഇത് പ്രസംഗിച്ച് ഈ നന്മയുടെ മെസ്സേജ് പുതിയ കുട്ടികൾക്ക് മാതൃകയാക്കാൻ ശ്രമിക്കും എന്നുകൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഇന്നത്തെ ദിവസം എല്ലാവർക്കും അറിയാം. ഇന്ന് ഞാനും നിങ്ങളും ആരും, ഇപ്പോഴും നമ്മൾ ആരും ഒരു നല്ല മൂഡിലേക്ക് എത്തിയിട്ടില്ല. ഞാൻ ഇന്നലെ ഒരാഴ്ചയായി ഉംറ നിർവഹിക്കാൻ കൂടി കുടുംബസമേതം രാത്രിയാണ് മടങ്ങി വീട്ടിലേക്ക് എത്തുന്നത്. രാത്രി സ്ഥിരമായി കാണാറുള്ളത് പോലെ ഒരു 9 മണിക്ക് വാർത്ത കാണാൻ വേണ്ടി TV ഓൺ ചെയ്യലും കണ്ട കാഴ്ചയിൽ നിന്ന് ഞാൻ ഇപ്പോഴും മോചിതനായിട്ടില്ല. 23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ആദ്യം തന്റെ പ്രിയപ്പെട്ട അമ്മയുടെ തലക്ക് ചുറ്റിക കൊണ്ട് അമ്മയെ കൊല്ലാൻ ശ്രമിക്കുന്നു. രണ്ടാമത് തന്റെ പ്രിയപ്പെട്ട അമ്മയുടെ അമ്മയെ ചുറ്റിക കൊണ്ട് കൊല്ലുന്നു. എളാപ്പാനെയും എളാമനെയും കൊല്ലുന്നു. ഒന്നും അറിയാത്ത 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന തന്റെ പ്രിയപ്പെട്ട കൊച്ചനുജൻ വീട്ടിലേക്ക് വന്നപ്പോ ആ കുട്ടിയുടെ തലക്ക് ചുറ്റിക കൊണ്ട് അടിച്ചു കൊല്ലുന്നു. കേരളം കേട്ട് കേൾവിയില്ലാത്ത രീതിയിലാണ് 5 പേരെ, ഒരു 23 വയസ്സിന്റെ ചെറുപ്പക്കാരൻ തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂടിൽ വെച്ച് കൊലപ്പെടുത്തിയത്. അമ്മയാണെങ്കിൽ ക്രിട്ടിക്കലായി ICUവിൽ ഇപ്പോ പിന്നെ എന്നുള്ള നിലയിൽ നിൽക്കുകയാണ്. ഞാനിവിടെ ചോദിക്കുന്ന ചോദ്യം, നമ്മുടെ പുതിയ തലമുറ എങ്ങനെയാണ് ഇങ്ങനെയായി മാറുന്നത്? എങ്ങനെയാണ് ഒരു ചുറ്റിക കൊണ്ട് 5 പേരെയൊക്കെ തന്റെ പ്രിയപ്പെട്ടവരെ കൊല്ലാൻ കഴിയുന്നത്? എട്ടും പൊട്ടും തിരിയാത്ത 9ാം ക്ലാസ്സുകാരനായ തന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ കൂടെ കിടന്ന് ഈ ഭൂമിയിലേക്ക് വന്ന അനുജനെ പോലും കൊല്ലാനുള്ള ഒരു മെന്റാലിറ്റി വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ രീതിയിൽ നമ്മുടെ സൊസൈറ്റിയിൽ വളർന്നു വരുന്ന തലമുറക്ക് മനുഷ്യത്വത്തിന്റെ, സ്നേഹത്തിന്റെ കരുതൽ നൽകേണ്ട ആവശ്യകതയാണ് നമ്മൾ ഉണർത്തിക്കൊണ്ടിരിക്കുന്നത്. പുതിയ കാലത്തിന്റെ ടെക്നോളജിയുടെ വികാസവും വരവും മനുഷ്യത്വം നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള കേരളം ഞെട്ടുന്ന വാർത്തകൾ നമ്മൾ കാണുമ്പോൾ, കേൾക്കുമ്പോൾ, വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും ഈ ആഘോഷം, ഞങ്ങളുടെ ഉദ്ഘാടന ചടങ്ങ് ഞങ്ങൾ പെട്ടെന്ന് അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ട അസീസ് മാഷ് കഴിഞ്ഞ 30 വർഷക്കാലം ഈ സ്കൂളിലെ ടീച്ചറായി, നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകനായി സർവീസിൽ നിന്ന് വിരമിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു യാത്രയപ്പ് കൂടി ഇവിടെ നൽകുന്നുണ്ട്. 1993-94 കാലയളവിൽ ബങ്കരമഞ്ചേശ്വരം സ്കൂളിലേക്ക് കടമ്പാറിൽ 7ാം ക്ലാസ് പൂർത്തിയാക്കി 8ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഞാൻ ആദ്യമായി, അതിനേക്കാളും തൊട്ട് മുമ്പ് മണ്ണൻകുഴി സ്റ്റേഡിയത്തിൽ 100 മീറ്ററിലും 200 മീറ്ററിലും ലോങ് ജമ്പിലും ഒരു മാഷ് ഗോൾഡ് മെഡൽ നേടുന്നത് ഞാൻ ജില്ലയുടെ മണ്ണൻകുഴി സ്റ്റേഡിയത്തിലാണ്. ഇന്നത്തെ റവന്യൂ ജില്ല വേർപ്പെടാത്തൊരു കാലത്ത് അസീസ് മാഷ് ആദ്യമായി കാണുന്നത്. അതിനുശേഷം
സംസ്ഥാനതല വാർത്ത വരുമ്പോ അന്നത്തെ സ്റ്റേറ്റിലെ ചാമ്പ്യനും കൂടി പ്രിയപ്പെട്ട അസീസ് മാഷായിരുന്നു. പിന്നെ നിരന്തരമായി ആ ഒരു കാലയളവിൽ ഞങ്ങളുടെയൊക്കെ റോൾ മോഡലായി അധ്യാപകനും കായിക മേഖലയിൽ കാസർഗോഡിന്റെയൊക്കെ അഭിമാനമായി കടന്നു വന്ന പ്രിയപ്പെട്ട അസീസ് മാഷ് മഞ്ചേശ്വരം മംഗലമഞ്ചേശ്വരം സ്കൂളിൽ താൽക്കാലിക അധ്യാപകനായി വന്നപ്പോൾ മാഷിനെ ഹൈസ്കൂളിൽ പഠിക്കുന്ന എനിക്ക് പഠിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും എന്റെ ജീവിതത്തിൽ രാജാസ് ഹൈസ്കൂളിൽ നടന്ന ലോങ് ജമ്പിൽ 2ാം സ്ഥാനം നേടിയപ്പോ ആദ്യത്തെ നന്ദി പറഞ്ഞത് എന്നെ പരിശീലിപ്പിച്ച എന്റെ സ്പോർട്സിലെ ഗുരുനാഥനാണ് പ്രിയപ്പെട്ട അസീസ് മാഷ് എന്ന് വളരെ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി ഞാൻ എന്നും എപ്പോഴും പറയാറുണ്ട്. അന്ന് ജില്ലയിൽ 400 മീറ്റർ റിലേയിൽ ആദ്യത്തെ ഗോൾഡ് മെഡൽ നേടിയ ടീം നിങ്ങളുടെ MLA ആയ ഞാനും ശരത്തും അനീഫും കാതറടക്കമുള്ള ഞങ്ങളുടെ ഒരു 4-അംഗ ടീമാണ് അന്ന് രാജാസിൽ റിലേയിൽ 1ാം സ്ഥാനം കരഗതമാക്കിയത്. ആ പ്രൈസ് ഞങ്ങൾ നേടുമ്പോൾ ഞങ്ങൾ ആദ്യത്തെ നന്ദി പറഞ്ഞത് ഞങ്ങളെ പരിശീലിപ്പിച്ച ഞങ്ങളുടെ ഗുരുനാഥനായ പ്രിയപ്പെട്ട അസീസ് മാഷിനായിരുന്നു. പിന്നീട് മാഷ് ഈ സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്റെ പിതാവ് കടന്നുപോയ, തന്റെ പിതാവിന്റെ ഓർമ്മകളുള്ള, തന്റെ പിതാവിന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന പ്രയാണപഥത്തിൽ ഈ സ്കൂളിന്റെ ഡെവലപ്മെന്റ്സിന് വേണ്ടി മാഷ് പല അവസരങ്ങളും തന്റെ മുമ്പിൽ ഉണ്ടായിട്ട് പോലും തന്റെ ജീവിതം സമർപ്പിച്ച് കടന്നു വന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ വസ്തുത. തീർച്ചയായും അദ്ദേഹത്തിന് അങ്ങനെ ഒരു 30 വർഷത്തിന് ശേഷം വിരമിക്കുന്ന ഏജൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇപ്പോഴും അദ്ദേഹം അസീസ് മാഷിന്റെ വയസ്സെത്രാന്ന് ചോദിച്ചെങ്കിൽ ഒരു 30 വയസ്സിന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. അതൊരു പക്ഷേ അദ്ദേഹത്തിന്റെ സ്പോർട്സ് അദ്ദേഹത്തിന് നൽകിയ ഹെൽത്ത് ആയിരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. തീർച്ചയായും റിട്ടയർമെന്റിന് ശേഷം ഒരുപാട് ഈ സൊസൈറ്റിക്ക് നന്മയുടെ പ്രവർത്തനം നടത്താൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ, ദീർഘായുസ്സും ആരോഗ്യവും സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് യാത്രയപ്പ് സമയത്ത് അദ്ദേഹത്തിന് യാത്രാമംഗളങ്ങൾ നേർന്നുകൊണ്ട് കഴിഞ്ഞ വർഷം ഞാൻ വന്നപ്പോൾ തന്നെ ഒരു ചെറിയ ആവശ്യം എന്റെ മുമ്പിൽ സ്കൂൾ കമ്മിറ്റിയും മാനേജ്മെന്റ് കമ്മിറ്റിയും പ്രത്യേകിച്ച് അസീസ് മാഷ് ആവശ്യപ്പെട്ടിരുന്നു. അത് ഈ പ്രാവശ്യം ഒരു 5 ലക്ഷം രൂപ നിർമ്മിക്കാൻ വേണ്ടി നീക്കിവെച്ചു. അതിന്റെ എസ്റ്റിമേറ്റ് ഒക്കെ പൂർത്തിയായപ്പോ പൈസ ഒരല്പം കൂടുന്നുണ്ട് എന്ന് ഇന്നലെ എഞ്ചിനീയർ പറഞ്ഞു. ഞാൻ ഇന്ന് ഇവിടെ വരുമ്പോ നമുക്ക് നേരത്തെ മാഷ് അതിന്റെ തറക്കല്ലിടണം എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇതിന്റെ വാർഷിക സമയത്ത് സോമശേഖരനൊക്കെ അറിയാം, ഇപ്പോഴത്തെ എഞ്ചിനീയേഴ്സിന്റെ അഭാവം മൂലം 2 മാസം കൊണ്ട് നടക്കേണ്ട ഡോക്യുമെന്റ്സ് പോലും 6 മാസം നീളുന്ന ഒരവസ്ഥ ഞങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്. ഡിലേ ആണെങ്കിലും ഇന്ന് തന്നെ അതിന്റെ എത്ര എസ്റ്റിമേറ്റ് വരുന്നുണ്ട് ആ പൈസ പൂർത്തീകരിച്ച് ഏറ്റവും വേഗതയിൽ എന്റെ കയ്യിലുള്ള ലിസ്റ്റിന്റെ കൂട്ടത്തിൽ അതിവേഗതയിൽ നമുക്കതിനെ പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാവുന്ന രീതിയിലുള്ള അതിന്റെ അറേഞ്ച്മെന്റ് ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഫണ്ട് ഓൾറെഡി നീക്കിവെച്ചതാണ്. ആ ഫണ്ട് എയ്ഡഡ് സ്കൂളിലേക്ക് ഫണ്ട് വെക്കുമ്പോൾ ഒരു ലിമിറ്റേഷൻ ഉണ്ട്, 5 lakhs വെക്കണമെന്നുള്ളത്. അത് ആ വരുന്ന ഫണ്ട് ഈ പ്രാവശ്യത്തെ ഫണ്ടിൽ നിന്ന് പൂർത്തീകരിച്ച് നൽകുമെന്ന് കഴിഞ്ഞ വർഷം നൽകിയ വാഗ്ദാനം നിറവേറ്റുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് വേദിയിൽ ഒരുപാട് വിശിഷ്ട വ്യക്തിത്വങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളുടെ കുട്ടികളുടെ കലാപരിപാടി രാവിലെ തുടങ്ങി ഇപ്പോഴും കുട്ടികളൊക്കെ വേഷം ധരിച്ച് അവരാടാനും പാടാനും കാത്തു നിൽക്കുകയാണ്. എല്ലാവർക്കും നന്മകൾ നേരുന്നു. എയ്ഡഡ് ജൂനിയർ ബേസിക് സ്കൂൾ ഏൽക്കാന അതിന്റെ വാർഷിക ആഘോഷവും പ്രിയപ്പെട്ട അസീസ് മാഷിന്റെ യാത്രയപ്പ് ചടങ്ങിന് എല്ലാവിധ നന്മകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. എന്റെ വാക്കുകൾക്ക് വിരാമം. ജയ് ഹിന്ദ്. വിശിഷ്ട വ്യക്തിത്വങ്ങളെ, അതുപോലെ തന്നെ രക്ഷിതാക്കളെ, നല്ലവരായ നാട്ടുകാരെ, എവിടെ പഠിക്കുന്ന പിഞ്ചോമന കുട്ടികൾ, അതുപോലെ തന്നെ ഇവിടെ മുൻകാലങ്ങളിൽ പഠിച്ച ഓൾഡ് സ്റ്റുഡൻസ്, അതുപോലെ തന്നെ നാട്ടുകാരൻ, ാം സ്കൂൾ വാർഷികവും അതുപോലെ തന്നെ
ഇവിടുന്ന് ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന എനിക്ക് നൽകുന്ന ഒരു സമ്മാനം കൂടിയാണ് ഇവിടെ നടക്കുന്നത്. നൂറ്റാണ്ടുകൾ കാലം പഴക്കമുള്ള ഈ സ്കൂളിൽ അധ്യാപക സേവനം നൽകാൻ അനുഗ്രഹിച്ച സർവശക്തനെ ആദ്യമായി ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. അതുപോലെ തന്നെ 30 വർഷങ്ങളുടെ കാലം ഞാൻ ഈ സ്കൂളിൽ സേവനം അനുഷ്ഠിച്ചു. അതുപോലെ തന്നെ കുറച്ചൊക്കെ സംഭാവനകൾ ഈ സ്കൂളിന് വേണ്ടി നൽകി. അത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തതല്ല. അതിന് ഒരുപാട് ആളുകൾ എന്നെ സഹായിച്ചിട്ടുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവർക്കെല്ലാവർക്കും നന്ദി പറയാൻ വേണ്ടി മാത്രം ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. കൂടുതലൊന്നും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ജനിച്ചത് ഇതേ നാടായ ഗുണാജിയിലാണ്. എനിക്ക് 2 വർഷം പൂർത്തിയായപ്പോൾ, അതായത് 1971 എൻ്റെ ഉപ്പ മലങ്കര എന്ന സ്ഥലത്തേക്ക് മാറിയത്. അന്നേരം ഞങ്ങൾ 3 കുട്ടികളായിരുന്നു. എൻ്റെ ജ്യേഷ്ഠൻ, അതുപോലെ തന്നെ ഞാൻ, എൻ്റെ അനുജൻ ഹനീഫ് മാസ്റ്റർ ഷൈഫ്. എൻ്റെ ജ്യേഷ്ഠൻ 4 വയസ്സ്, അതുപോലെ തന്നെ എനിക്ക് 2, ഹനീഫിന് മാഷയ്ക്ക് 1 വയസ്സ്. ഒറ്റപ്പെട്ട സ്ഥലമാണ്. ഉപ്പക്ക് ജോലി ഇവിടെ ഗുണാജി സ്കൂളിലാണ്. ഏകദേശം 5 കിലോമീറ്റർ. രാവിലെ അന്നേരം വാഹന സൗകര്യമൊന്നുമില്ല. ഉപ്പ നടന്നിട്ടാണ് ആ ഗ്രാമത്തിൽ നിന്ന് ഇവിടെ ഈ ഗ്രാമത്തിലുള്ള ഈ ഗുണാജി എന്ന സ്ഥലത്തേക്ക് നടന്നിട്ട് വന്നിട്ടാണ് പഠിപ്പിച്ചുകൊണ്ടായിരുന്നു. ഉമ്മയാണെങ്കിൽ ഒന്നും അറിയാതെ ആ വട്ടത്ത് അന്നേരം വീടുകൾ കുറവായിരുന്നു. ഒറ്റപ്പെട്ട സ്ഥലമാണ്. ഒരുപാട് പരിഭ്രമിച്ചു എൻ്റെ മാതാവ്. ഈ 3 കുഞ്ഞോങ്ങനങ്ങളെ ഓമനകളെ വളർത്താൻ വേണ്ടി നല്ലോണം കഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ എൻ്റെ പിതാവ് മരിച്ച 1919 എൻ്റെ പിതാവ് മരിച്ചത്. ഞങ്ങൾ നല്ല രീതിയിൽ വളർത്തി, വിദ്യാഭ്യാസം പഠിപ്പിച്ചു. മാത്രമല്ല ഞങ്ങൾക്ക് ജോലി കൂടി ഉണ്ടാക്കി തന്നു. ഈ സ്കൂളിന്റെ മാനേജറായിരുന്ന എൻ്റെ ഉപ്പ ഈ സ്കൂളിന് വേണ്ടി ജീവിതം തന്നെ സമർപ്പിച്ചു. ഈ നാടുകാർക്ക് വേണ്ടി, അതുപോലെ മാത്രമല്ല കുട്ടികൾക്ക് വേണ്ടിയും അത് ഉപകാരപ്രദമായി. ഞാൻ മാത്രമല്ല, എൻ്റെ അനുജൻ, അതുപോലെ തന്നെ എൻ്റെ പെങ്ങളായ എളപ്പാൻ്റെ മകൾ ഫാത്തിമ, അതുപോലെ തന്നെ എൻ്റെ അനുജന്റെ ഭാര്യ, ഇവരെല്ലാവർക്കും ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ അവസരം ലഭിച്ചു. അതുകൊണ്ട് ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് ഒരുപാട് ഇടപെട്ടിരിക്കുന്നു. ഈ അവസരത്തിൽ ഞാൻ അവർക്ക് എൻ്റെ നന്ദി അറിയിച്ചുകൊള്ളട്ടെ. അതുപോലെ തന്നെ എൻ്റെ കുടുംബാംഗങ്ങൾ, എൻ്റെ സഹോദരങ്ങൾ എനിക്ക് എന്റെ ഈ ജോലിക്ക് വേണ്ടി ഒരുപാട് ഈ സ്കൂളിന്റെ ഉന്നമനത്തിന് വേണ്ടി ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എൻ്റെ ജ്യേഷ്ഠൻ മൊയ്തീൻകുട്ടി, അതുപോലെ തന്നെ അനുജൻ ഹനീഫ എന്റെ കൂടെ തന്നെ ഈ സ്കൂളിന്റെ ഉന്നമനത്തിന് വേണ്ടി സഹായിച്ചു. അതുപോലെ തന്നെ ഇപ്പോൾ മാനേജറായി ഇരിക്കുന്ന എൻ്റെ ചെറിയ അനുജൻ ജമാലുദ്ദീൻ, ഇവരെല്ലാവരും ഈ സ്കൂളിന് വേണ്ടി നന്നായി ശ്രമിച്ചു, സഹായിച്ചു.
അവർക്കെല്ലാവർക്കും ഞാൻ ഈ സന്ദർഭത്തിൽ നന്ദി അറിയിച്ചുകൊള്ളും. അതുപോലെ തന്നെ എൻ്റെ കുടുംബാംഗങ്ങൾ, എൻ്റെ ഭാര്യയാണെങ്കിലും അതുപോലെ തന്നെ എൻ്റെ കുട്ടികളാണെങ്കിലും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ രണ്ടാളും ജോലിയിലാണ്, സന്തോഷ ജീവിതമാണ്? തീർച്ചയായും ഒരുപാട് ബുദ്ധിമുട്ടുകൾ രണ്ടാൾ ജോലിയിലാകും. ആണുങ്ങൾക്കാണെങ്കിൽ വീട്ടിൽ ജോലി ചെയ്യാൻ എല്ലാവർക്കും സമയം പറ്റില്ല, പക്ഷെ ചില ചെയ്യുന്നുണ്ടവരുണ്ടാവും. പക്ഷെ എന്നെ എല്ലാ രീതിയിലും എൻ്റെ ഭാര്യ സഹായിച്ചു, സഹകരിച്ചു. അതുപോലെ തന്നെ എൻ്റെ കുട്ടികൾ രണ്ടാൾ ജോലി ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരുപാട് ഒരു പരിമിതികളുണ്ട്. രണ്ടാളും അധ്യാപികന്മാരാണ്, അവർക്ക് നന്നായി സഹായിക്കുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവുന്ന എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ അതല്ല, രണ്ടാളും ജോലി നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം കുട്ടികളെ നന്നായി ശ്രദ്ധിക്കാൻ പറ്റൂല. കാരണം ഞങ്ങൾ ജോലി ചെയ്ത് വീട്ടിലെത്തുമ്പോൾ 5 മണി ആയിട്ടുണ്ടാവും, ക്ഷീണിച്ചിട്ടുണ്ടാവും. ആ സമയത്ത് കുട്ടികളെ നമുക്ക് നന്നായിട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. എന്നിരുന്നാലും ഞങ്ങളുടെ കുട്ടികൾ നന്നായിട്ട് പഠിച്ചു. എൻ്റെ മക്കൾ ഇപ്പോൾ നിങ്ങളെ പറഞ്ഞ് ഞാൻ ഇതറിയില്ല, അവളെന്നെ പറ്റിയിട്ടൊരു ലേഖനം എഴുതിയത് ഞാൻ ഇവിടെ വന്നിട്ടാണ് അറിയുന്നത്. അപ്പോൾ അവർക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കശപിശ ഉണ്ടെങ്കിലും അവർക്ക് നമ്മളോട് ദേഷ്യമാണ്. ഞാൻ കുറച്ച് കർശനമായിട്ടാണ് കുട്ടികൾ പെരുമാറുന്നത്. അപ്പൊ എന്നിരുന്നാലും അവർക്ക് നമ്മളോടൊരു സ്നേഹം നന്ദിയും ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് എൻ്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഞാൻ ഈ സന്ദർഭത്തിൽ നന്ദി അറിയിച്ചുകൊള്ളും. അതുപോലെ തന്നെ ഈ സ്കൂളിന് നിലനിൽക്കണമെങ്കിൽ അധ്യാപകർ പോരാ, മാനേജ്മെന്റ് പോരാ, ഇവിടെ കുട്ടികൾ വേണം. ആ കുട്ടികൾ അയക്കുന്നത് ഇവിടുത്തെ നാട്ടുകാരാണ്. ആ കുട്ടികൾ അയക്കണമെങ്കിൽ സ്കൂൾ നന്നായിരിക്കണം, എന്നാലേ രക്ഷിതാക്കൾ സ്കൂളിലേക്ക് അയക്കുള്ളൂ. അപ്പൊ ഞങ്ങളോട് വിശ്വസിച്ച് ഇവിടെ ചുറ്റുപാട് നിങ്ങൾക്കറിയാം, LP സ്കൂളാണിത്. ചുറ്റുവട്ടത്ത് 3-4 UP സ്കൂളുണ്ട്. അതെല്ലാം ഒഴിവാക്കിയിട്ട് ഈ നാട്ടിലെ അതുപോലെ തന്നെ മലങ്കര, കോട്ടയം, അതുപോലെ തന്നെ ഗുണാച്ചെ, അതുപോലെ തന്നെ ഈ ഭാഗത്ത് ചുറ്റുവട്ടത്തിലെ എല്ലാ നാട്ടുകാരും ഈ സ്കൂളിൽ നിങ്ങളെ കുട്ടികളെ അയച്ചിട്ടുണ്ട്. നമുക്ക് കഴിയുന്ന രീതിയിൽ കുട്ടികളെ നിങ്ങൾ നന്നാക്കി എടുത്തിട്ടുണ്ട്. ഞങ്ങളെ വിശ്വസിച്ചിട്ട് നിങ്ങളെ കുട്ടികളെ ഇവിടേക്ക് അയച്ചതിനെ ഞാൻ എനിക്ക് വേണ്ടി, ഈ സ്കൂളിന് വേണ്ടി, സ്കൂൾ കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ സ്കൂളിലെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകർ എല്ലാ കാര്യങ്ങളും ഒത്തൊരുമയോടെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. എല്ലാ കാര്യങ്ങളും അവർ നന്നായി സഹായിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഒരു ഹെഡ് മാസ്റ്റർ എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ചിട്ട് LP സ്കൂൾ ഹെഡ് മാസ്റ്റർ എന്ന് പറഞ്ഞാൽ വളരെ ഉത്തരവാദിത്തമുള്ള ഒരു ജോലിയാണ്. കാരണം ഒറ്റയ്ക്ക് ചെയ്യണം, ഓഫീസിൽ പോകണം, അതുപോലെ തന്നെ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യണം, അതുപോലെ തന്നെ ബാങ്കിൽ പോകണം, പഞ്ചായത്തിൽ പോകണം, വില്ലേജ് ഓഫീസ് പോകണം, ST ഓഫീസ് പോകണം, SC ഓഫീസ് പോകണം. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് മെയിലുകൾ വരുന്നുണ്ട്, അതിൽ റിപ്ലൈ കൊടുക്കണം. ഇപ്പം നേരത്തെ AO പറഞ്ഞില്ല, അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റില്ല. ചില സമയത്ത് നമ്മൾ മിസ്സാകുന്നുണ്ട്. നമുക്ക് ചിലപ്പോൾ മെയിലോ അങ്ങനത്തെ ഒന്നും ഉണ്ടെങ്കിൽ നമുക്ക് മറുപടി കൊടുക്കാൻ അവസരം കിട്ടുന്നത്. അതാണ് നേരത്തെ AO സൂചിപ്പിച്ചത്. അങ്ങനത്തുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരായ അധ്യാപകന്മാർക്ക് എനിക്ക് എല്ലാ രീതിയിലും പിന്തുണ നൽകിയിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും ഞാൻ ഹൃദയപൂർവ്വം എൻ്റെ നന്ദി അറിയിച്ചുകൊള്ളും. അതുപോലെ തന്നെ ഈ നാട്ടിലെ അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കൾ, ആത്മീയ സുഹൃത്തുക്കളുണ്ട്. എനിക്ക് വേണ്ട ഉപദേശങ്ങളും നൽകിയ ആത്മസുഹൃത്തുക്കൾ കുറവാണ്. അപ്പം അതിൽ നിന്നാണ് ഇന്ന് ഇവിടെ വേദിയിരിക്കുന്ന എൻ്റെ സുഹൃത്തായ മുഹമ്മദ് അഹമ്മദ് അലി. ചെറുപ്പകാലത്ത് ഞങ്ങൾ സുഹൃത്തുക്കളാണ്. അതുപോലെ തന്നെ എൻ്റെ മലങ്കരയിലെ സുഹൃത്ത് സൂഫി MH, അതുപോലെ തന്നെ ഇക്ബാൽ പെർല, ഇവരെല്ലാം എൻ്റെ ആത്മീയ സുഹൃത്തുക്കളാണ്. അവർക്ക് എനിക്ക് വേണ്ട സഹായങ്ങൾ അതുപോലെ തന്നെ നിർദ്ദേശങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. എൻ്റെ ഈ ആത്മീയ സുഹൃത്തുക്കൾക്കും അതുപോലത്തെ എല്ലാ ചങ്ങാതിമാർക്കും ഞാൻ ഈ സന്ദർഭത്തിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ നാട്ടിലെ എല്ലാ നാട്ടുകാർക്കും, എല്ലാ കുട്ടികൾക്കും, എല്ലാ അച്ഛനെക്കൊണ്ടും ഞാൻ എത്ര കുട്ടികളോട് മാഷായാലും ഞാൻ എത്ര സ്ട്രിക്റ്റ് ആയിട്ട് കുട്ടികളോട് പെരുമാറില്ല. വളരെ ആത്മീയതമായ കുട്ടികളെ എന്നോട് പെരുമാറിയത്. അതുപോലെ തന്നെ ഞാൻ അങ്ങോട്ട് പെരുമാറിയത് കൊണ്ടാണ് കുട്ടികൾ നല്ല സൗഹാർദ്ദപരമായി. ഞാൻ ഹെഡ് മാഷാണ്, പക്ഷേ 7 വർഷമായി ഞാൻ ഹെഡ് മാഷ്. പക്ഷേ ഇതുവരെ കുട്ടികളെ ഹെഡ് മാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും.
കാരണം അത് അത്ര ബന്ധമുള്ളതാണ്. എന്നെ അസീസ് മാഷ് തന്നെ അറിയിക്കാൻ. അപ്പൊ അത് ഞങ്ങളുള്ള ആ സൗഹൃദമാണ്. ഈ കുഞ്ചോമന കുട്ടികൾക്കും ഞാൻ ഈ സന്ദർഭത്തിൽ എന്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് എല്ലാ സഹായങ്ങളും ചെയ്തു നൽകുന്ന ഇവിടുത്തെ ഓൾഡ് സ്റ്റുഡൻസ് ഭാരവാഹികൾ, അതുപോലത്തെ എല്ലാ ഓൾഡ് സ്റ്റുഡൻസിന് ഞാൻ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇവരുടെ ചില ആൾക്കാരെ എന്നോട് ചോദിച്ചു, വിരമിക്കുന്നതിന് വിഷമമുണ്ടോ? ഒരു വിഷമമില്ല. കാരണം ഞാൻ വിരമിക്കുന്നത് എന്റെ ജോലിയിൽ നിന്ന് മാത്രമാണ്. ഏത് സർവീസ്, അധ്യാപക ജോലിയിൽ നിന്ന് മാത്രമാണ് പഠനം. പക്ഷേ ഞാൻ ഈ സ്കൂളിന്റെ ഒരു മാനേജ്മെന്റ് അംഗം കൂടിയാണ്. എനിക്ക് ഏത് സമയത്തും ഈ സ്കൂളിലേക്ക് വരാം. അതുപോലെ തന്നെ എന്റെ വീടിന്റെ അടുത്താണ്. അതുകൊണ്ട് ഏത് സമയത്ത് ഞാൻ ഈ സ്കൂളിലേക്ക് വരും, മുന്നോട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരു വിഷമവുമില്ല. ചിലപ്പോൾ സാമ്പത്തികമായി ചില കുറവുണ്ടാവും, പെൻഷൻ മാത്രമുണ്ടാവും, പക്ഷെ ബാക്കി ഒരു വിഷമവുമില്ല. അതുകൊണ്ട് എനിക്ക് ഞാൻ വിരമിക്കുന്നത് എന്റെ സർവീസിൽ മാത്രം. ഈ സ്കൂളിൽ നിന്ന് ഞാൻ വിടവാങ്ങുന്നില്ല. നിങ്ങളുടെ കൂടെ നേരിട്ടാവും എന്ന് ഞാൻ നിങ്ങളോട് ഇവരുടെ ഉണർത്തുകയാണ്. അതുപോലെ തന്നെ ഒരു വാക്ക് മാത്രമാണ് നിങ്ങളോട് ഞങ്ങൾക്ക് ആവശ്യമുള്ളത്. ഇത് ഈ സ്കൂൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു വിളക്കാണ്. ഇതിനെ നിലനിർത്തി ഇതുവരെ 122 വർഷക്കാലം ഞങ്ങൾ ഇവിടെ നിലനിർത്താൻ എല്ലാം സഹായിച്ചു. അതുപോലെ തന്നെ ഇനി ഭാവിയിലും ഒരുപാട് വർഷക്കാലം ഈ വിളക്ക് കെട്ടാൽ ഈ നാടിന് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ വിളക്കിനെ ഇതിലും കൂടുതൽ പ്രകാശിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരുടെയും സഹകരണം ആവശ്യപ്പെട്ടുകൊണ്ട് എന്റെ 2 വാക്കുകൾ ചുരുക്കുന്നു. നന്ദി.